Hello guys, welcome back. So എൻ്റെ കയ്യിലിരിക്കുന്നത് Mative എന്ന് പറയുന്ന പുതിയ ബ്രാൻഡ് അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് TWS ആണ്. സോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ മേറ്റീവിന്റെ കോസ്മിക് ബഡ്സിന്റെ ബോക്സിന്റെ ഡിസൈനും അതോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പാക്കേജിംഗ് ആണ്, നല്ല റഫ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ് ബോക്സിന് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിസൈനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കോസ്മിക് ബഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, മേറ്റീവിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ആഡ്സും കാര്യങ്ങളൊക്കെ ബോക്സിന്റെ മേലെ എഴുതിയിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. ബോക്സ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ 1 year വാറണ്ടി കാർഡാണ് കൊടുത്തിരിക്കുന്നത്. 150 rupees ക്യാഷ് ബാക്ക് കാർഡും കിട്ടുന്നുണ്ട്. മേറ്റീവിന്റെ സ്റ്റിക്കേഴ്സും യൂസർ മാനുവലും ആൻഡ് ഫൈനലി TWS. ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ആണ്, ചാർജിങ് കേബിൾ വരുന്നില്ല. ഇതിൻ്റെ ടൈപ്പ് സി കേബിൾ ആണ് കൊടുക്കേണ്ടത്, പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പം മിക്ക ആളുടെ കയ്യിലും, അതായത് സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നോർമലി ആൾക്കാർ വാങ്ങിച്ച് വെക്കാറുണ്ട് ടൈപ്പ് സി, പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്ന രീതിയിൽ ഇവിടെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അപ്പോൾ അവർ കൊടുക്കേണ്ടതാണ്. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടി തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യമാണ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല. മിക്ക എല്ലാ ബ്രാൻഡുകളും ഇപ്പം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ടൈപ്പ് സി കണക്ടർ ആണെങ്കിൽ എന്തായാലും വരാറുണ്ട്, ഇതിൽ കൊടുത്തിട്ടില്ല. സോ അതൊരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇനി TWSലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു TWS കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്ട് ഡിസൈൻ ആണ്. ഡിസൈനിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂണീക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഗെയിമിംഗ് TWS എന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കേസ് ആണ്, നല്ലൊരു ഡിസൈനുള്ള കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ചസും അതോടൊപ്പം തന്നെ മെയിലി സ്മഡ്ജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മേറ്റീവിന്റെ ഒരു ബ്രാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേസിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അടക്കുന്ന സമയത്തുള്ള ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. എനിക്ക് പേഴ്സണലി നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന TWS ആയിട്ടൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യും. കാരണം നല്ലൊരു ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ നല്ല പവർഫുൾ ആണ്, നല്ല രീതിക്ക് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ലിഡ് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള രീതിയിലല്ല നിൽക്കുന്നത്, നല്ല രീതിക്ക് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. സോ അവിടെ എനിക്ക് വലിയ രീതിയിൽ കംപ്ലയിൻസ് പറഞ്ഞു പറയാനില്ല. പിന്നെ ഈ ഒരു കേസിന് താഴെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കുന്നുണ്ട്. ഒരു ഗെയിമിംഗ് TWS എന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഗ്രീൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഇയർബഡ്സ് നോക്കുകയാണെങ്കിൽ ഇയർബഡ്സിന്റെ ഡിസൈനും കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്, വിത്ത് ഗ്ലോസി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഡിസൈൻ കൊള്ളാം, അടിപൊളി ഡിസൈൻ ആണ്. ബാക്ക് സൈഡിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നത് കാണാൻ പറ്റും. ഈ ബ്ലിങ്ക് ആവുന്ന ലൈറ്റിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലിങ്കിങ് ഓഫ് ആവും. ഓക്കെ, കണക്ട് ആവുന്ന സമയത്ത് ഇത് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ബ്ലൂ ലൈറ്റ്. മേറ്റീവിന്റെ ബ്രാൻഡിങ്ങും ഈ ഒരു TWSന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു TWS ഹാഫ് ഇനിയർ ടൈപ്പ് ആണ്. ഇത് മിക്ക ആൾക്കാരുടെ ചെവിയിലും പിടിക്കാറില്ല. ഈ ഹാഫ് ഇനിയർ ടൈപ്പ് ചെവിയിൽ നിൽക്കാറില്ല, ലൂസായി വീഴാറുണ്ട്. എൻ്റെ ചെവിയിൽ ഓക്കെയാണ്, എനിക്ക് ഫിറ്റായി നിൽക്കുന്നുണ്ട്. അനക്കി കഴിഞ്ഞാൽ അങ്ങനെ വീഴുന്നില്ല, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ വീഴുന്നില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ഹാഫ് ഇയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തറിയാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. സോ ഇയർബഡ്സിൻ്റെ ആണെങ്കിലും കേസിൻ്റെ ആണെങ്കിലും ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് കോമ്പാക്ട് ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും. പിന്നെ ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് ടച്ച് കൺട്രോൾസും വരുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പൗസ് ആൻഡ് പ്ലേ ആവും. ഏത് സൈഡ് ആണെങ്കിലും, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും നമ്മൾ ടാപ്പ് ചെയ്യുന്നതോട് കൂടി, അതായത് ഒരു ടാപ്പിൽ അല്ലെങ്കിൽ സിംഗിൾ ടാപ്പോട് കൂടി നമുക്ക് പൗസ് ആൻഡ് പ്ലേ ചെയ്യാൻ പറ്റും. അത് നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസിനുള്ള TWSൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 4 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 30 ms ലോ ലേറ്റൻസി മോഡലിംഗ് ഗെയിമിംഗ് മോഡിലോട്ട് ഇത് പോകുന്നതായിരിക്കും. കാരണം ഇതൊരു ഗെയിമിംഗ് TWS ആണ്. ലേറ്റൻസി മോഡ് ഇത് നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. 4 തവണ ടാപ്പ് ചെയ്യണം, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ടാപ്പ് ചെയ്യാം. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിംഗ് മോഡിലോട്ട് ഇത് പോകുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ ലേറ്റൻസി മോഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു, എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ ലേറ്റൻസി ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു TWS ആണ്, നമുക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റും. നോർമൽ ഗെയിമിംഗ് മോഡ് അല്ലാത്ത സമയത്ത് നല്ല രീതിക്ക് ലേറ്റൻസി ഉണ്ട്, നല്ല ലേറ്റൻസി ഉണ്ട്. ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 30 ms മോഡിലോട്ട് പോകും, എന്നാൽ പോലും ലേറ്റൻസി വരുന്നുണ്ട്. നമ്മളത് വാക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഫുഡ് പാത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഞാൻ BGM കളിച്ച് നോക്കി, ഫ്രീ ഫയർ മാക്സും കളിച്ച് നോക്കിയായിരുന്നു. രണ്ടിലും നമുക്ക് ലേറ്റൻസി ചെറിയ രീതിയിൽ അറിയാൻ പറ്റും. എക്സ്പെഷ്യലി നമ്മൾ ഈ വെടി വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലേറ്റൻസി ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. സോ ആ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തു. ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു, അപ്പോഴാണ് എനിക്ക് ഈ സംഭവം പിടി കിട്ടിയത്. വലിയ രീതിയിൽ ശ്രദ്ധിച്ച് നോക്കി ഞാൻ അറിയത്തില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ലേറ്റൻസി ഇഷ്യൂ വരുന്നുണ്ട്. സോ ഗെയിമേഴ്സിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാം, പക്ഷേ
നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഗെയിമറാണ്, ലേറ്റൻസി ഒന്നും ഇല്ലാത്തൊരു TWS ആണ്, ഒരു വയർലെസ് TWS ആണ് നോക്കുന്നതെങ്കിൽ അത്രയും നല്ലതല്ല. സോ ലേറ്റൻസിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, അതിലെനിക്ക് വലിയ പോരായ്മകളൊന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള TWS ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യും. കാരണം നമ്മൾ ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്, നല്ല ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇയർബഡ്സിന്റെ അകത്ത് 4 മൈക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു TWSൽ 2 മൈക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 TWS ആകുന്ന സമയത്ത് 4 മൈക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 4 മൈക്സും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സ്റ്റെം കുറച്ച് വലുതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കുറച്ചും കൂടി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. എന്ന് വെച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് തീരെ പോകുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരും. പക്ഷേ ഈ 4 മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാനിതിൽ ഒരു കോൾ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേറ്റീവിന്റെ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടുള്ള, അതായത് നേറ്റീവിന്റെ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാത്തൊരു സ്ഥലമാണ്, എന്നാലും ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. 4 മൈക്രോഫോൺസ് ഉണ്ട്. പിന്നെ ഈ ഒരു TWS IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ച് വെള്ളത്തിൽ മുക്കാമെന്നല്ല, നമ്മുടെ സ്വെറ്റ് റെസിസ്റ്റന്റ് എന്നൊക്കെ പറയാറില്ല. അതായത് വിയർപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വലിയ രീതിക്കൊന്നും പറ്റാൻ പോകുന്നില്ല, മഴയൊക്കെ ചെറിയ രീതിയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. IPX5 വാട്ടർ റെസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. ഫൈനലി ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കമ്പനിയുടെ ആഡ് പറയുന്നതനുസരിച്ച് നമുക്ക് 40 ഹവേഴ്സ് അല്ലെങ്കിൽ 40 മണിക്കൂറിന്റെ യൂസേജ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അത്രയും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്കൊരു 20 മണിക്കൂറിന്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുമായിരിക്കും. അത് അത്രയ്ക്ക് ആവറേജ് യൂസറായി കഴിഞ്ഞാൽ 40 ഹവേഴ്സിനൊക്കെ പോകുള്ളൂ. അത് കമ്പനിയുടെ ആഡ് പറയുന്നതാണ്. പക്ഷേ എൻ്റെ യൂസേജിൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു ചെറിയ TWS ആണ്. കണ്ടില്ല, ഇത്രേ സൈസ് ഉള്ളൂ. സോ ഇതിൽ എത്ര ബാറ്ററി ബാക്കപ്പ് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ചില സമയത്ത് ഇത് അടച്ചു കഴിഞ്ഞാൽ കത്തും, ചില സമയത്ത് തുറന്നു കഴിഞ്ഞാൽ കത്തും. അങ്ങനെയുള്ളൊരു ഇൻകൺസിസ്റ്റൻസി എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതെനിക്ക് പേഴ്സണലി പറയാനുണ്ട്. കാരണം നമ്മൾ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയണം. കാരണം ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിയിട്ട് തന്നെ നിൽക്കത്തില്ല, 40 സെക്കൻഡ്സേ കത്തുള്ളൂ. പക്ഷേ ഇത് കത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ചില സമയത്ത് ഓപ്പൺ ആകുമ്പോൾ കത്തും, ചില സമയത്ത് അടക്കുമ്പോൾ കത്തും. അതാണ് എനിക്ക് മനസ്സിലായത്. ഏത് ടൈമിലാണ് ശരിക്കും കത്തേണ്ടതെന്ന് ഇതിന് പോലും ഒരു പിടുത്തമില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതല്ല, ഇത് റെഡി ആക്കണം. ഓക്കെ, റെഡിയാക്കിയേ പറ്റൂ. പിന്നെ ചാർജിങ് സമയത്ത് ഈ ലൈറ്റ് കത്തുന്നുണ്ട്, അത് ഓക്കെയാണ്. ഒരു ഇൻഡിക്കേറ്റർ എന്ന രീതിയിൽ ഇത് കത്തുന്നുണ്ട്. കാരണം ഒരു ഗെയിമർ എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. 1500 രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ വെർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരിക്കലും വെർത്ത് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് 1000 രൂപയ്ക്ക് ഇത് കിട്ടുകയാണെങ്കിൽ വാല്യൂ ഫോർ മണിയാണ്. ഒരു 1000 രൂപ 1000 രൂപയ്ക്ക് അകത്ത് കിട്ടുകയാണെങ്കിൽ ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ലോ ലേറ്റൻസി മോഡും വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷേ 1500 രൂപയ്ക്ക് ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. താല്പര്യമുള്ളവർക്ക് മാത്രം ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബ്രാൻഡാണ്, ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് റിവ്യൂ ഇടാന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ